ഈ സമയത്ത് ഇപ്പോൾ ഒരു പ്രകടനം നടന്നാൽ ആരായിരിക്കും ഗുണഭോക്താക്കൾ എന്നുമാണ് മന്ത്രി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. എന്തായാലും രണ്ട് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ള വിശദാംശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രദേശത്ത് മൃഗവേട്ട വ്യാപകമാണ് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ മൃഗവേട്ടയ്ക്ക് ബന്ധപ്പെട്ട കെണിയിലാണ് ഇപ്പോൾ കുട്ടികൾ വീണതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് അദ്ദേഹം മരിച്ച കുട്ടിയുടെ അനന്തുവിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. അനന്തുവിൻ്റെ ബന്ധുക്കളെ സ്ഥാനാർത്ഥി ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. ഒരു 15 വയസ്സുകാരനാണ്. എന്ത് കാരണം പറഞ്ഞാലും എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് നേതാക്കൾ ആരോപിച്ചാൽ പോലും ഒരു 15 വയസ്സുകാരൻ്റെ ജീവനാണ് അപകടത്തിൽപ്പെട്ടത്. ഫുട്ബോൾ കളിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മരിച്ച അനന്തുവിൻ്റെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്ന ഷാനുവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടത്. CV അനുമോദ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. നമുക്ക് ഉടൻ തന്നെ സ്വരാജിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, സ്വരാജിൻ്റെ പ്രതികരണം വരുമ്പോൾ നമുക്കതിലേക്ക് കടക്കാം. എന്തായാലും അദ്ദേഹം അനന്തുവിൻ്റെ വീട് സന്ദർശിച്ചു. ഇനിയും നേതാക്കളെല്ലാവരും അങ്ങോട്ടേക്ക് എത്തും. ഏറെ ദാരുണമായൊരു സാഹചര്യം. ആ വീട് അതെങ്ങനെ താങ്ങുമെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. ആ വീടിൻ്റെ പ്രതീക്ഷയാണ്. 15 വയസ്സുകാരനാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അനുമോദ്, 2 പേർ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതാരാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? എന്തായാലും MLA സ്ഥാനാർത്ഥി വീട്ടിലുണ്ടല്ലോ അല്ലേ? ഭവ്യ, സ്വരാജ് ഇപ്പോൾ ഈ അനന്തുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ ഈ മരണത്തിൻ്റെ വിവരമറിഞ്ഞ ഒട്ടേറെ നേതാക്കൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ രാവിലെ സ്വരാജ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. വിനേഷ് എന്നാണ് ഇതിൽ പ്രധാന പ്രതിയുടെ പേരെന്നാണ് അറിയാനാകുന്നത്. ഇയാൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ വൈദ്യുതി മോഷ്ടിച്ച് കെണി വെച്ച് ഈ പന്നിയെ പിടിച്ച് വിൽക്കുന്ന ആളാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഏറെ വൈകാതെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ, അയാൾ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം സംഭവിച്ചിട്ടില്ല. നിലവിൽ വിനേഷ് കുമാർ എന്ന പേര് മാത്രമാണ് പോലീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും സ്വരാജിൻ്റെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് തന്നെ കരുതാം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇത് ഒരു കൃഷി സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച വേലിയിൽ നിന്നല്ല, മറിച്ച് വൈദ്യുതി മോഷ്ടിച്ച് ഈ കാട്ടുമൃഗങ്ങളെ പിടികൂടാൻ വെച്ച കെണിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായി ഇത്തരത്തിൽ ഈ നായാട്ട് സംഘങ്ങൾ ഇവിടെ ഈ വൈദ്യുതി മോഷ്ടിച്ച് ഈ വന്യമൃഗങ്ങളെ പിടികൂടുന്ന നായാട്ട് സംഘങ്ങൾ ഇവിടെ സജീവമാണെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വന്യജീവി നിന്ന് രക്ഷ നേടാൻ കർഷകർ വെച്ച കെണികളിലല്ല ഇവർക്ക് ഷോക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഇതിൽ വീഴ്ച സംഭവിച്ച ആൾക്കെല്ലാമാണ് എന്നുള്ളത് സ്വരാജിൻ്റെ പ്രതികരണം അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണതിന് ശേഷം അദ്ദേഹം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഭവ്യ വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി രാത്രി വേഗം വരെ നടത്തിയിരുന്നു. ഇതിന് സർക്കാർ
റെസ്പോൺസിബിൾ കൊലപാതകം എന്നായിരുന്നു ആര്യടൻ ഷൗക്കത്ത് ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ UDFും BJPയും ഇത് മണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമാക്കാൻ ഇതിനോടകം തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. ഈ ഒരു കർഷകർ നേരിടുന്ന കാട്ടുപന്നി ശല്യം കാരണം അവർക്കുണ്ടാവുന്ന നാശം, അതുപോലെ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അത്തരത്തിൽ ഈ മലയോര മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു ബാക്കിപത്രമാണ്, ഇരയാണ് ഇപ്പോൾ ഈ അനന്തു എന്ന തരത്തിലാണ് UDFിൻ്റെയും BJPയുടെയും പ്രചാരണം. എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ സമയം കൊണ്ട് വ്യക്തമായിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ഈ ഇടതുപക്ഷം ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സുരേട്ട ഒന്ന് ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രതികരിക്കും അല്പസമയത്തിനകം എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണിത്. അയാളുമായിട്ടാണ് ഇപ്പോൾ സ്വരാജ് സംസാരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്നവരോട് സ്വരാജ് സംസാരിക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വരും ദിവസങ്ങളിൽ വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചരണ വിഷയമായിട്ട് ഇത് ഉയരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഇന്നലെ തന്നെ രാത്രി നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളും രാത്രി ഏറെ വൈകിയും അതുമായി നടന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് ഒരു പന്നി ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കർഷകർ വെച്ച കെണിയല്ല ഈ ജീവനെടുത്തത്, മറിച്ച് നിയമവിരുദ്ധമായി വൈദ്യുതി മോഷ്ടിച്ച് വന്യമൃഗങ്ങൾ പിടികൂടാൻ സാധിച്ച കെണിയാണ് ജീവനെടുത്തതെന്നാണ് കരുതുന്നത്. സ്വരാജ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കും എന്ന് തന്നെ. ശരി നമുക്ക് പന്നിക്കണിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. മരിച്ച അനന്തുവിന്റെ വീട് സന്ദർശിക്കുകയാണ് സ്വരാജ്. അനന്തുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ എല്ലാവരെയും സ്ഥാനാർത്ഥി, നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി ആശ്വസിപ്പിക്കുകയാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ വീട്ടിലും സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദേശത്ത് നായാട്ട് സംഘത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നായാട്ട് സംഘം വെച്ച കെണിയിലാണ് ഈ കുട്ടി അകപ്പെട്ടതെന്നും അതിൽ നിന്ന് ഷോക്കേറ്റാണ് അനന്തു മരണപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ എന്തായാലും മുഖ്യപ്രതി അടക്കം 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഈ 2 പേരെയും ചോദ്യം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സ്വരാജ് ഇപ്പോൾ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട്. ബൈറ്റ് വരുന്നുണ്ട്, ബൈറ്റ് KSEBിക്കെതിരെയും വലിയ ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിക്കുന്നതായി 7 മാസം മുൻപ് KSEBിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അവർ തിരിഞ്ഞു നോക്കാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് നേരത്തെ പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ പ്രതികരണത്തിലേക്ക് സ്വരാജിന്റെ പ്രതികരണം. വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുമാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു, അതുപോലെ യദു, മറ്റ് 2 പേർ കൂടി പരിക്കേറ്റു. പക്ഷെ അത് സാരമുള്ളതല്ല, അപകടനില തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം. മറ്റ് 2 കുട്ടികൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി
കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിന്റെ സ്ഥിരീകരണം വരണം. എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതൊരു കുറ്റകൃത്യമാണ്. അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ്. പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട്. അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല, പക്ഷെ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുൾപ്പെടെ പോലീസിന്റെ അന്വേഷണത്തിന് വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ്. ഇത് വളരെ അപകടകരമായ, മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട്. സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട്. നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. കേസ് തുടരുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റെതായ സമയമെടുക്കുമല്ലോ. പക്ഷെ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കട്ടെ. വൈദ്യുതി പോസ്റ്റ്, മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനും ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അതിന്റെ അതിഥിയായിട്ട് എന്ത് ഗുണമാണുള്ളത് KSEBക്ക്? എന്നാൽ പിന്നെ മുഴുവനൊന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കമ്പി അല്ലാതെ നിൽക്കുകയാണ്. ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും. എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന KSEBയും നടത്തണം. KSEBയിലെ നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഇതിൻ്റെ ഒരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കും തോന്നുന്നില്ല. കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇത് തടയുന്നതിന് KSEBയുടെ ഭാഗത്തുനിന്ന് കൂടുതലായി എന്തെങ്കിലും ജാഗ്രത, ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട്. ഇതിനെതിരായി കർശന നടപടി, ഇതും വൈദ്യുതി മോഷണവും ഒക്കെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ നടപടികൾ KSEB എടുക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പന്നികളെ കൊന്നു വിടുന്ന കുട്ടികളെ അവരെ വെച്ച് ആ രീതിയിലേക്ക് അത് കൃഷി സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഇതിലേക്ക് വരുന്നത്, അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അല്ല, സംഘം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം. വനമന്ത്രി പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. നിലമ്പൂരിൽ ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്ത് പ്രകടനം നടന്നു. ഇത് ബോധപൂർവമായി നടന്നതാണ്, ഗൂഢാലോചന സംശയിക്കുന്നു. ഇതെങ്ങനെയാണ് ഒരു ഗൂഢാലോചന ഇതിനകത്തുള്ളത്? വനമന്ത്രിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ ഇടപെടൽ വന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഇന്നലെ വഴിതടയൽ സമരമൊക്കെ നടന്നല്ലോ. പ്രതിഷേധവും സമരവും ഒക്കെ ഏതൊരാൾക്കും അവകാശമുണ്ട്. ഞാൻ അത്തരം പ്രതിഷേധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരാളെയല്ല. ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിലും ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും അവകാശമുണ്ട്. കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്ന്, വഴി തടയുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ്. ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാസന്ന നിലയിൽ രോഗിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അതും നിലമ്പൂരിലുള്ളവരല്ല, നിലമ്പൂരിന് പുറത്തുനിന്ന് വന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണ് നേതൃത്വം കൊടുത്തതെന്നാണ് അറിയുന്നത്. ശരിക്കും മുതിർന്ന നേതാക്കന്മാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവരാണ് ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് മറ്റപകടങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ നമ്മളത് ആധുനിക കാലത്തെ മനുഷ്യരെന്ന നിലയിൽ പ്രതിഷേധിക്കുമ്പോൾ റോഡ് തടയണമെന്നുള്ളത് മറ്റൊരു കാര്യം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ആശുപത്രിയിലേക്കുള്ള റോഡും തടയാൻ പാടില്ല. അത് സാമാന്യ ജനത്തിന് വലിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ മറ്റ് അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഒന്ന്. രണ്ട്, ഒരു ദുരന്തമുണ്ടായി എന്ന് കേട്ടാൽ, അതിലൊരാൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക ദുഃഖമാണ്. മരിച്ച കുടുംബത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിട്ട് ആദ്യം ചെയ്തത്
ഇതിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത്. അവരുടെ കുടുംബാംഗങ്ങളുമായി അതിനുശേഷമാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടുള്ളത്. ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. അപ്പോൾ കൊടിയെടുത്തിട്ട് ഇറങ്ങണം, രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും, അല്ലെങ്കിൽ 2 വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ്. ഞാൻ വേറൊന്നുകൂടി പറയാം. ഒരു 2 മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത്, തൊട്ടപ്പുറത്താണ്, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും, തൊട്ടടുത്ത് കാരക്കോടടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട്. വേണമെങ്കിൽ നടന്നും പോവാം, പക്ഷെ വാഹനത്തിൽ പോകാവുന്ന ഒരു സ്ഥലമാണ്. ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ്. അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു. തെങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ്. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ, ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു. അപ്പോൾ എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ്. ആരും വഴിയടഞ്ഞില്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും വികാരമുണ്ടാവും. മറ്റത് അത്രയും അടുത്ത ഒരാളാകുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷവും ഉണ്ടാവും. ആരും വഴിയടഞ്ഞിട്ടില്ല. വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരും അവിടെ വന്നുപോലും ഇല്ല എന്നാ പറഞ്ഞു. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. ഞാനിപ്പോ കേട്ടൊരു കാര്യമാണ്. പറയട്ടെ. ഞാൻ പറയുന്ന അപ്പോ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാൾ ഇത്തരമൊരു ദുരന്തത്തിനിരയായപ്പോ ആരും വഴി തടഞ്ഞില്ല, ആരും പ്രതിഷേധിച്ചില്ല. കാരണം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ല. അതാണ്, അവിടെയാണ് എനിക്ക് അതിൽ വിമർശനമുള്ളത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാണ്. വേണമെങ്കിൽ എനിക്ക് പറയാം, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിലെ പ്രധാന പ്രതിയുടെ സംബന്ധിച്ച് അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ചോളൂ. ഇനിയിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ. പ്രതികൾ പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ രാഷ്ട്രീയമായല്ല കാണേണ്ടത്. ഇപ്പം മരിച്ചവർ രാഷ്ട്രീയമുണ്ട്. ഇതാ നിങ്ങൾ ഈ വീട് അന്വേഷിക്കും, രജനി പാർട്ടി മെമ്പറാണ്. നമ്മൾ അതിൽ രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്. ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണ്. മരിക്കുമ്പോൾ ഇത്തരത്തിലെ രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമല്ല. അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതിയുടെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഉയർത്തുന്നില്ല. ആകെ ഞാൻ പറഞ്ഞത് 2 മാസം മുൻപ് ദാരുണമായൊരു സംഭവം, ഇതേപോലൊരു സംഭവം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും അന്ന് വഴിതടയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാതിരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വേണമെന്നുള്ളത് അവരാലോചിക്കട്ടെ, അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്കതിൽ വേറെ ആരോപണമോ ആക്ഷേപമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വിഷയം മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞതെന്നുള്ളത് പരിശോധിക്കണം. എനിക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാനത്. അല്ല, ഞാൻ ഇത്തരം സംഭവങ്ങളിൽ എവിടെ സംഭവങ്ങളുണ്ടായാലും അതിനെ ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടും ദുരന്തത്തിന് ഇരയായവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിക്കാറുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ എനിക്ക് ലഭിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചൊരു നിലപാട് നിങ്ങളോട് പറയും. മന്ത്രി പറഞ്ഞത് മന്ത്രിക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില സൗകര്യങ്ങൾ അവർക്കുണ്ടല്ലോ. എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. അദ്ദേഹം ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഞാനൊരു കമന്റ് ചെയ്യുന്ന ഉചിതമല്ല.